കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞ് കൃഷ്ണനും പാണ്ഡവരും കൂടി കൗരവരുടെ അച്ഛനും തങ്ങളുടെ വല്യച്ഛനുമായ ധൃതരാഷ്ട്രരെ കാണാൻ കൊട്ടാരത്തിൽ ചെല്ലുന്നു. ഈ സമയം തൻ്റെ മക്കളെല്ലാം മരിച്ച ദുഃഖത്തിലും ഭീമനാണ് ഏറ്റവും മൂത്ത പുത്രനായ ദുര്യോധനനെ കൊന്നത് എന്നോർത്ത ദുഃഖത്തിലുമായിരുന്നു ധൃതരാഷ്ട്രർ. പുത്രദുഃഖത്താൽ പാണ്ഡവരെ ശപിക്കാതിരിക്കാനും അദ്ദേഹത്തിൻ്റെ ദുഃഖം കെടുത്താനുമായിട്ട് ശ്രീകൃഷ്ണൻ ധൃതരാഷ്ട്രരെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് ധൃതരാഷ്ട്രർ യുധിഷ്ഠിരനെ തലോടുന്നു. പിന്നീട് ഭീമൻ എന്തിയെ എന്ന് അന്വേഷിക്കുകയും അവനെയും എനിക്ക് തലോടണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിലെ അപകടധ്വനി മനസ്സിലാക്കിയ കൃഷ്ണൻ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഭീമൻ്റെ ഒരു രൂപം ധൃതരാഷ്ട്രരുടെ അടുക്കളയിലേക്ക് നീക്കിവെച്ചു. അത് ഭീമൻ എന്ന് കരുതി ധൃതരാഷ്ട്രർ തൻ്റെ പുത്രനെ കൊന്നവൻ എന്ന കോപാഗ്നിയോടെ ആ പ്രതിമയെ ആലിംഗനം ചെയ്യുകയും ആ പ്രതിമ പല കഷ്ണങ്ങളായി ഉടയുകയും ചെയ്യുന്നു. ഭീമൻ മരിച്ചു വീണു എന്ന് തോന്നിയപ്പോൾ ധൃതരാഷ്ട്രർക്ക് പശ്ചാത്താപം തോന്നുന്നു. ഞാൻ എൻ്റെ അനിയൻ്റെ മകനെ കൊന്നല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നു. ഈ ദുഃഖം ശരിക്കും ഉള്ളതാണെന്ന് തോന്നിയ കൃഷ്ണൻ മരിച്ചത് ഭീമനല്ലെന്നും അങ്ങയുടെ കോപം മനസ്സിലാക്കി ഇരുമ്പ് പ്രതിമയാണ് അങ്ങയ്ക്ക് ആലിംഗനം ചെയ്യാൻ തന്നതെന്നും കൃഷ്ണൻ പറയുന്നു. അങ്ങയുടെ മകൻ്റെ പകയാണ് ഈ ദുഃഖത്തിനെല്ലാം കാരണമെന്നും കൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കുകയും ധൃതരാഷ്ട്രർക്ക് കോപം അടങ്ങുകയും ഭീമനെയും മറ്റ് പാണ്ഡവരെയും സ്നേഹത്താൽ ആശ്ലേഷിക്കുകയും ചെയ്യുന്നു.